അന്ന് ഞാൻ ആര് വിളിച്ചില്ലെങ്കിലും ഞാൻ ഇറങ്ങി ചെന്ന് എല്ലാ വീട്ടിലും പ്രാർത്ഥിക്കും, എൻ്റെ കുട്ടിക്ക് ഒരു പിടി ആഹാരം വേണം. 25 വർഷം മുമ്പെയാണ്. അവനൊരു പിടി ആഹാരത്തിന് വേണ്ടി ഞാൻ എല്ലായിടവും പോകും, പ്രാർത്ഥിക്കും. ഇറങ്ങി എനിക്ക് ആഹാരം തരുമ്പം പറയും, എനിക്കൊരു മോനുണ്ട്, അപ്പനില്ലാത്ത കുട്ടിയാണ്, അവനും നിങ്ങൾ ഒരു പിടി ആഹാരം തരണം, ഒരു പൊതി കൂടി എനിക്ക് തരും. ദൈവമക്കളെ, എൻ്റെ മകൻ എൻ്റെ വീട്ടിലൊരു തിട്ടയാണ്. എനിക്ക് വീടൊന്നുമില്ല, കടഭാരം മാത്രമേ ജീവിതത്തിലുള്ളൂ, കുറച്ച് വസ്തുവുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ ആ ചോറ് എനിക്ക് കൊണ്ടുതരുന്നതിന് മോനെ കൊടുത്ത് ആ ചോറ് കൊടുക്കും. അവൻ സന്തോഷിച്ച് ആ ചോറ് അത്രയും കഴിക്കും. ദൈവമക്കളെ, ഞാൻ മുട്ടിൽമേൽ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കി കരയും. എനിക്ക് ആവശ്യം വേറെ ഒന്നും വേണ്ട, എനിക്കൊരു ഭവനം ആവശ്യം, കടഭാരമില്ല ജീവിതത്തിൽ, വിധവയ്ക്കും അനാഥയ്ക്കും കൈതാങ്ങലായ ദൈവം എന്നെയും വഴി നടത്തണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി ആമത്തിൽ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ, നാളെ ഞാൻ എന്ത് ചെയ്യും? ഒരു പൈസ എൻ്റെ കയ്യിലില്ല, എൻ്റെ പിള്ളയ്ക്ക് എങ്ങനെ ഞാൻ ഭക്ഷണം കൊടുക്കും? മഴ വരുന്ന സമയത്ത് എൻ്റെ വീടൊരു ഓല ഷെഡായിരുന്നു. ഞാൻ എൻ്റെ പിള്ളേ ഇങ്ങനെ മടിയിൽ കിടത്തിയിട്ട് എല്ലാം പറക്കി, തുണികളെല്ലാം പറക്കി അവനെ കൊണ്ട് മൂടി, അവൻ്റെ ദേഹത്തൊന്നും വീഴാതിരിക്കാൻ. പിറ്റേന്ന് അവനെ ദൈവം അതുവനെ കണ്ണിൽ കൃഷ്ണമണി പോലെ അതുവരെ സൂക്ഷിച്ച് ഞാൻ പിറ്റേന്ന് രാവിലെ പിന്നെയും ഞാൻ പോകും, പ്രാർത്ഥിക്കാൻ പോവും. രാത്രി ആമത്തിൽ 12 മണിയാകുമ്പോൾ ഞാൻ മുട്ടിന്മേൽ നിന്ന് കരയും. ഞാൻ വേറെ ഒന്നും ചോദിക്കില്ല, ദൈവമേ, എനിക്ക് ഇത്തിരി വിദ്യാഭ്യാസം ഉള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് കൂലിപ്പണിക്കൊക്കെ പോവാം, ഒരു നാണക്കേടാണ്, അതുകൊണ്ട് ഞാൻ കൂലിപ്പണിക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ മകനെ എടുത്തു വെച്ചിട്ട് ഞാൻ കരയും, ദൈവമേ, ഞാൻ എന്ത് ചെയ്യണം? നീ പറ, യവനെ വളർത്തണം, ഒരു ഭവനം വേണം, മടനേനത കിടക്കണം, കടഭാരമില്ല ജീവിക്കണമെന്ന്. രാത്രി ആമത്തിൽ 12 മണിയാകുമ്പം എന്നെ കാണാൻ ഒരു ദൈവദാസൻ കടന്നു വരും. ആ ദൈവദാസൻ സ്വപ്നത്തിലാണ് കടന്നു വരുന്നത്. ഞാൻ അയാളെ മുമ്പ് ഒന്ന് കരയും, പാസ്റ്ററേ, എൻ്റെ പിള്ളയെ വളർത്തണം, കയറിക്കിടക്കാൻ വീടില്ല, എനിക്ക് സാമാന്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, എനിക്കൊരു വഴിയും പോകാതിലും തുറന്ന് ദൈവദാസം ഒന്നും മിണ്ടൂല. അങ്ങനെ ആ തിരിച്ചു പോകും. അങ്ങനെ 2-3 എല്ലാ ദിവസവും അങ്ങനെ എന്നെ പ്രാർത്ഥിക്കുന്ന ദിവസം ഇങ്ങനെ വരുന്ന പതിവാണ്. ഒരു ദിവസം എന്നോട് പറഞ്ഞ്, നിനക്ക് മരുഭൂമിയിൽ നീരുറവ് തുറക്കാൻ പോവുകയാണ്, നിൻ്റെ കടം തീരും, ഭവനം പണിയും, പക്ഷേ നീ പുസ്തകമായിട്ട് ഇറങ്ങി ദേശത്തിറങ്ങി ദൈവം വലിയവനാണെന്ന് സാക്ഷീകരിക്കണം. ഞാൻ പറഞ്ഞു, റെഡി, എനിക്ക് വീട് കിട്ടിയാൽ മതി, കടം തീരണം, മോനെ വളർത്തണം. ഞാൻ അവിടെ വെച്ചൊരു ക്രിസ്ത്യൻ തീരുമാനം, ഞാൻ പോകാം. ദൈവമക്കളെ, ഞാൻ ഒരു ദിവസം ഞാൻ അങ്ങനെ ഒന്നും സമയത്ത് പിന്നെയും ദൈവദാസൻ കടന്നു വരും, എല്ലാ മിക്ക ദിവസത്തിലും. എന്നിട്ട് ഒരു ദിവസം പിന്നെയും ആ ദൈവദാസൻ കടന്നു വന്ന് പറഞ്ഞ്, നിനക്ക് വിദേശത്ത് പോകാനുള്ള സമയമായി, നിനക്ക് ദൈവം മരുഭൂമിയിൽ നീരുറവ് തുറക്കാൻ പോവുകയാണ്, നിനക്ക് ഇൻ്റർവ്യൂ 3 ദിവസം കഴിയുമ്പോൾ ഇൻ്റർവ്യൂ കിടക്കുകയാണ്, നീ അവിടെ പോകണം. തിരുവനന്തപുരത്ത് തക്കാട് ഹോസ്പിറ്റലിലെ ഫ്രണ്ടിലായിരുന്നു ആ ഓഫീസ്. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, പാസ്പോർട്ടേ ഉള്ളൂ, പൈസ ഒന്നും കൊടുക്കാനില്ല. അപ്പം ഒരു സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ട് പോകുന്നതിനിടയായി ഞാൻ അവിടെ കിടന്നത്. എനിക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ കുവൈറ്റിൽ 17 വർഷം ഞാൻ കുവൈറ്റിൽ അവിടെ ജോലി ചെയ്ത് 17 വർഷം ഞാൻ ജോലി ചെയ്ത് എൻ്റെ കടം തീർന്ന് എൻ്റെ ഒരു വീട് വയ്ക്കാനുള്ള എല്ലാ ഭാഗ്യവും ദൈവം തന്നു. ഒരു വാക്കെന്നോട് പറഞ്ഞ്, നിനക്ക് നഷ്ടപ്പെടേണ്ടതൊക്കെ നഷ്ടപ്പെടുമെന്ന്. ഞാൻ അറിഞ്ഞില്ല. ദൈവമക്കളെ, ഞാൻ അവനെ വളർത്തി അവനോട് കല്യാണം കഴിപ്പിച്ച് അവനിന്ന് ഈ ലോകത്തില്ല. അവളും 2 പിള്ളേരും എൻ്റെ കൂടെയാണ്. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ അവിടെ ജോലിയൊക്കെ റിസൈൻ ചെയ്താണ് ഞാൻ നാട്ടിൽ വന്ന് അവൻ്റെ കൂടെ കുറച്ച് ദിവസം ജീവിക്കാൻ. എനിക്ക് ഒരുപാട് ദിവസം ഒന്നും ജീവിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ദിവസം അമ്മ, എൻ്റെ കാല് വേദന എടുക്കണം, ഞാൻ പണിക്ക് പോകണില്ല, അമ്മ ഓടി വരണം ആശുപത്രിയിലെന്ന്. ഞാൻ പോയപ്പോൾ ഡോക്ടർ പറയാണ്, ഹാർട്ടിൻ്റെ ആരംഭമാണ്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ. പിറ്റേന്ന് ഉടനെ വണ്ടി ഓടിച്ച് മെഡിക്കൽ കോളേജ്, പിറ്റേന്ന് മരിച്ച ഒരു ഡെഡ് ബോഡിയാണ് കൊണ്ടുവന്നത്. ദൈവമക്കളെ, ഞാൻ ജീവനോടിരിക്കുമ്പോൾ എൻ്റെ മകനെ ഞാൻ എടുത്തു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ദൈവമേ, നീ എനിക്ക് തന്ന് തിരിച്ചെടുത്ത്, എനിക്കൊരു വിഷമവുമില്ല. ഈ പുസ്തകം ഞാൻ പറഞ്ഞു, ഒരു ദിവസവും ഈ പുസ്തകം ഞാൻ താഴെ വയ്ക്കൂല, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും, ഈ പുസ്തകം താഴെ വയ്ക്കൂല എന്ന്. ഇന്ന് അവന് 2 പിള്ളേരുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുകയാണ്. അവളൊരു തിരുവനന്തപുരത്ത് ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ട്. അവൾ ഒരു പൈസയിലെ കടമില്ല, കയറി കിടക്കുവാൻ ഒരു ഭവനം ദൈവം ഒരുക്കി തന്നു. ഒരു നയാ പൈസയിലെ കടമില്ല. എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, പാരസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരുന്നാലും യഹോവ അന്വേഷിക്കും, ഇന്ന് മക്കൾക്ക് ഒരു നന്മയ്ക്കുള്ള വചനം പഠിപ്പിക്കും. ദൈവമക്കളെ, നിനക്ക് ദൈവത്തെ കാണുവാൻ കഴിയുമോ? ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുമോ? നിനക്ക് മരണം നിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്, പട്ടിണി നിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. നിനക്ക് തരുവാൻ ആരും നിന്നെ സഹായിക്കുവാനില്ല. രാഷ്ട്രീയ നേതാക്കൾ പറയും, നിനക്ക് അത് തരാം, ഇത് തരാം, മറ്റുള്ളവരല്ല, സാമൂഹിക പ്രവർത്തകർ തരാം, നിനക്കത് തരാം, ഇത് തരാം എന്നെല്ലാം പറയും. ദൈവമക്കളെ, ആരും തരല്ലോ, നീ
രാത്രിയാമത്തിൽ നീ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കേ, ആ സ്വർഗത്തിലേക്ക് നോക്ക്. അദൃശ്യനായ പിതാവ് നിന്റെ ഭവനത്തിൽ കടന്നു വരും. ഇന്നെൻ്റെ വീട് പട്ടിണിയില്ല, ഒരു പൈസയുടെ കടവില്ല, മഴ നനയാതെ കയറി കിടക്കുവാൻ, കാമ്പോട് തിരിച്ചതിനകത്ത് കിടക്കാനുള്ള ഭാഗ്യം ദൈവത്തിന് മുന്നേ അറിയാമായിരുന്നു. ഞങ്ങൾ പെണ്ണുങ്ങൾ, ഞാനും അനാഥയും വിധവയും കുട്ടികളും താമസിക്കുന്ന വീടാണ്. ഞാൻ മതിലും കെട്ടി 4 സെന്റ് അളന്ന് ഞാൻ 2 സൈഡിലും മതിലും കെട്ടിയിട്ടേക്കുന്ന, ആരും അകത്ത് കയറില്ല. അതാണ് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം. ആ ദൈവത്തെ നിനക്ക് കാണുവാൻ കഴിയുമോ? നിശ്ചയമായിട്ടും ആ ദൈവത്തെ കാണുകയാണെങ്കിൽ, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുകയാണെങ്കിൽ, നീ കരയുകയാണെങ്കിൽ നിന്റെ കണ്ണുനീര് കുരുത്തിയല്ലായി ദൈവം ശേഖരിച്ചു വെച്ച് അത് നീതിപാലനം ചെയ്യുക എന്നെ ചെയ്യും. ഞാൻ ജീവിതത്തിൽ അത്രയ്ക്ക് എനിക്ക് നല്ല ഹാപ്പി, എനിക്ക് നല്ല സന്തോഷമാണ് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിൽ മരണവും കുറവും വന്നെങ്കിലും ഞാനിന്ന് സന്തോഷം. ഞാൻ പറഞ്ഞ കർത്താവേ, ഞാൻ ഇറങ്ങിത്തിരിച്ച് അനുഭവിക്കുന്ന സന്തോഷം ദേശത്തോട് അറിയിക്കും എന്ന് പറയുവാനിടയായി. അത് ദൈവമക്കളെ, ഞാൻ വിദേശത്ത് ചെന്ന് കർത്താവിൻ്റെ വേല ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ സഭയിലേക്ക് കടന്നു ചെന്ന് ഞാൻ അവിടെയും ദൈവം വലിയവനാണെന്ന് സാക്ഷീകരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ ദൈവത്തെ ഞാൻ ഇന്ന് വരെയും വിട്ടില്ല. ഞാൻ ജീവിച്ചാൽ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കും, മരിച്ചാൽ ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കും. എനിക്ക് മരണത്തിന് ഒരു പേടിയും എനിക്കില്ല. അതെ, ഇന്ന് വിളിച്ചാൽ ഇപ്പോൾ ഞാൻ പോകാൻ തയ്യാറാണ്. എൻ്റെ കുട്ടികൾ പട്ടിണി കിടക്കുമെന്നോ കടഭാരമാവുന്നോ ഭവനമില്ലാതെ എനിക്കൊരു പേടിയില്ല. കർത്താവെല്ലാം ഞങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അതേ ദൈവത്തിലെ നിനക്ക് ആ ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുമോ? അതേ, നീ എത്ര സ്വത്തും പണവും, അതേ നീ വഞ്ചിച്ചും ചതിച്ചും പിടിച്ചു പറിച്ചോ, നീ എത്ര ഏക്കർ ഉണ്ടാക്കിയാലും, എത്ര വസ്തു ഉണ്ടാക്കിയാലും, അതേ നീ കോടിക്കണക്കിന് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും, അതേ ഇതെല്ലാം ഒരു ദിവസം നീ ഇട്ടിട്ട് പോകേണ്ടി വരും. അന്ന് നീ കണക്ക് കൊടുക്കേണ്ടി വരും. ഒരു നയാ പൈസ, ഞാൻ 17 വർഷം ഗൾഫിലിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു പൈസ പോലും എൻ്റെ ബാങ്ക് ബാലൻസ് ഇല്ല. പക്ഷേ ഞാൻ സമ്പന്നയാണ്. അന്നെന്ന് എനിക്ക് അന്നത്തിനുള്ള വഴി തമ്പുരാൻ ആളിൽ കൂടെയെങ്കിലും ഗൂഗിൾ പേ തരും. അന്ന് ഞാൻ ഭക്ഷണം വാങ്ങിക്കും, തൃപ്തിയായിട്ട് കഴിയും. രാവിലെ എണീക്കും, ഞാൻ ഈ പുസ്തകമായിട്ട് ഇറങ്ങിത്തിരിക്കും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകും. എനിക്ക് ആരും കൂട്ടിയില്ല, ദൈവം തമ്പുരാൻ മാത്രം. ദൈവം ദൂതന്മാരെ അയച്ച് ഞാൻ സന്തോഷത്തോടെ ചെന്ന് അപ്പൻ്റെ വേല തികച്ചും ചെയ്യും. തിരിച്ചു വരികയാണ്. അപ്പോൾ അത് ദൈവമക്കളെ, ആ ദൈവത്തെ നിനക്ക് കണ്ടെത്തുവാൻ കഴിയുമോ? ഇന്ന് ലോകത്ത് നോക്കാമെങ്കിൽ ഞങ്ങളെ മക്കൾക്ക് വിദ്യാഭ്യാസം പൂർത്തിയായിരിക്കുന്നു. ജോലിയില്ലാന്ന് കരയുന്ന മാതാവേ, പിതാവേ, നീ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പറ, എൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം പൂർത്തിയായിരിക്കും, ജോലിയില്ല, അവർക്ക് ജീവിത പങ്കാളി ആവശ്യമാണ്. അതെ, അവർക്കൊരു ജീവിത പങ്കാളി ഒരുക്കിക്കൊട്. നിശ്ചയമായിട്ടും നീ കരഞ്ഞാൽ കണ്ണുനീർ കാണുമ്പോൾ അവിടെ കടന്നു വരും. കടന്നു വന്ന് നിനക്ക് ആശ്വാസത്തിന്റെ കരം നീട്ടും. നിനക്ക് പോവേണ്ട വഴി ദൈവം നിനക്ക് ഒരുക്കി തരും. അത് നിശ്ചയമായിട്ടും ദൈവം വലിയവനാണ്. വലിയവ ചെയ്യുക എന്നെ ചെയ്യും. ഞങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല ഞങ്ങൾ ഈ ദിവസവുമായി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം വലിയവനാണെന്ന് ഈ ദേശത്തോട് അറിയിക്കണം. അതെ, ദൈവം വലിയവനാണ് എന്ന് ദേശം അറിയണം. അതെ, കഷ്ടപ്പെടുന്നവനും ദുഃഖിക്കുന്നവനും വേദനിക്കുന്നവനും വേണ്ടി ആശ്വാസത്തിന്റെ കരം നീട്ടുന്നവനാണ് ദൈവം എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാനിവിടെ കടന്നു വന്നത്. ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് നിങ്ങൾ ഈ വചനമാരും കേട്ടില്ല എങ്കിൽ, അതേ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ, അന്ത്യനാളിൽ കർത്താവ് കടന്നു വരുമ്പോൾ ന്യായവിധിയിൽ ഈ പോസ്റ്റ് സാക്ഷി പറയും, ഈ ബിൽഡിംഗ് എല്ലാം സാക്ഷി പറയും. ഇവിടെ എന്തെല്ലാം ഉണ്ടോ എല്ലാം ദൈവത്തിൽ സാക്കിയവർ, ഇവിടെ നിന്ന് വചനം സംസാരിച്ചവരാണെന്ന്. ദൈവത്തിലെ ആ ദൈവത്തെ നിനക്ക് കണ്ടെത്തുവാൻ നിനക്ക് കഴിയുമോ? ആരെല്ലാം ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാം ദൈവ വിടുതലയച്ചിട്ടുണ്ട്. ഹാഗർ ദൈവസന്നിധിയിൽ കരഞ്ഞു, അവൾക്ക് വിടുതലയച്ചു. അബ്രഹാം പിതാവ് സ്വർഗത്തിൽ നോക്കി കരഞ്ഞ് അബ്രഹാം പിതാവിന് ദൈവം വിടുതലയച്ചു. അതുപോലെ നാം ദൈവസ്ഥകൾ നോക്കുകയാണെങ്കിൽ ആരെല്ലാം ദൈവത്തിൽ കരഞ്ഞിട്ടുണ്ടോ അവരുടെ മേലെല്ലാം ദൈവം വിടുതലിന്റെ കരയിച്ച് അവരെ അനുഗ്രഹിച്ചെന്ന് കാണാൻ സാധിക്കും. ആ ദൈവത്തെ നിനക്ക് കണ്ടെത്തുവാൻ കഴിയുമോ? ഭവനങ്ങളിൽ ഇരുന്നും, അതേ ഈ റോഡുകൾ തെരുവുകളിൽ ഇരുന്നും വചനം ശ്രമിക്കുന്ന ദൈവമക്കളെ, ഈ വചനം കേട്ട് അതെ നിന്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമോ? നീ കരയണ്ട. കരയാൻ കണ്ണീരൊപ്പുവാൻ കർത്താവ് കൂടെ കടന്നു വന്നിട്ടുണ്ട്. അതേ നിന്റെ ഭവനത്തിൽ കടന്നു വരും. നീ കരഞ്ഞ് അവനോട് കരയാൻ. മനുഷ്യൻ രാഷ്ട്രീയ പാർട്ടിക്കാരോട് കരഞ്ഞാൽ അവർ ലോൺ ശരിയാക്കി തരും. പഞ്ചായത്തിലൊക്കെ പോയാൽ എന്തെങ്കിലും ലോണൊക്കെ ശരിയാക്കി, എനിക്കൊന്നും ശരിയാക്കി തന്നിട്ടില്ല.
അനാഥയാണ്, വിധവയാണ്, എനിക്കൊന്നും ശരിയാക്കി തന്നിട്ടില്ല. പക്ഷേ ആര് പോയി അതൊക്കെ ചെയ്യും, അല്ലെങ്കിൽ നിനക്ക് വല്ല ഭക്ഷണം തരും, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യും. ദൈവവൈതലേ, നിനക്കൊരിക്കലും സഹായ നീരുറവ് പറ്റാത്ത ഒരുവനുണ്ട്. ആ നീരുറവയിൽ നിന്നും നിനക്ക് വേണ്ടുവോളം ദാഹജലം തരുവാൻ കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. ആ ദൈവത്തെ നീ കാണുകയാണെങ്കിൽ നിശ്ചയമായിട്ടും വിടുതലിന്റെ കരം അയക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ട് ഞങ്ങളൊരു കുടുംബമായിട്ട് കുട്ടികളും കൂടി കടന്നു വന്നിരിക്കുകയാണ്. കുട്ടികൾ കളിക്കേണ്ട സമയമാണ് ഇപ്പോഴേ. അവരും കർത്താവിന് സാക്ഷീകരിക്കുവാൻ കടന്നു വന്നവരാണ്. അതെ, ആ ദൈവത്തെ നിനക്ക് കണ്ടെത്തുവാൻ കഴിയുമോ? ആ ദൈവത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുമോ? എങ്കിൽ നിശ്ചയമായിട്ടും നിനക്ക് വിടുതൽ, നിന്റെ കുടുംബത്തിന് വിടുതൽ, നിന്റെ മക്കൾക്ക് വിടുതൽ, അത് നിശ്ചയമാണ്. ഒരു വാരിയോട് പറയട്ടെ, മദ്യപിക്കുന്ന ദൈവവൈതലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ മദ്യഷാപ്പിലും അതേ പല സ്ഥലങ്ങളിൽ നിന്ന് മദ്യപിച്ച് നീ ഓർമ്മയില്ലാതെ ബോധരഹിതനായി നീ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ, വിശന്ന് തളർന്ന് നിന്റെ കുട്ടികൾ മാറത്തടിച്ച് കരയുമ്പോൾ നിനക്ക് എന്ത് തോന്നും? നിനക്ക് ഓർമ്മ വരുമ്പോൾ നിനക്ക് തോന്നും, എൻ്റെ മക്കൾ ഞാൻ മദ്യപിച്ച പൈസ എൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിയിരുന്നുവെങ്കിൽ അവർ കരയില്ലായിരുന്നു. പിന്നെ ജീവിത പങ്കാളി കുട്ടികൾക്ക് വേണ്ടി അവളും കരയും. അവൾ കുട്ടികൾക്ക് ഭക്ഷണമില്ലെങ്കിൽ പെറ്റ അമ്മയ്ക്കുള്ള വേദന ആർക്കും കാണൂല. അവൾ കരഞ്ഞിട്ടൊന്നും ഒരു ദൈവമക്കളെ, ഈ പൈസ നീ ശേഖരിച്ച് നിന്റെ കുടുംബത്തിനും നിന്റെ മക്കൾക്ക് വേണ്ടി നീ ചെലവഴിച്ചാൽ നിശ്ചയമായിട്ടും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, മക്കൾ അനുഗ്രഹിക്കപ്പെടും. സൽസ്വഭാവികളായി മക്കൾ ജീവിതത്തിൽ കടന്നു പോകുക തന്നെ ചെയ്യും. അതേ, ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ